മഴതോരും മുമ്പയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവിടുത്തെ ചർച്ചകളൊക്കെ ബാലചന്ദ്രൻ അലീനനെ അറിയിക്കുന്നു. അതായത് ഞാൻ സ്നേഹിച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഗൾഫിൽ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് ജീവിച്ചു. അങ്ങനെ കുഞ്ഞുണ്ടായതെന്നൊക്കെ പറയുന്നു. അപ്പോൾ അലീനയ്ക്ക് ആകെ ടെൻഷനാവും. അപ്പോൾ എന്തായാലും ശിവേട്ടൻ അവിടെ വന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമലര ആങ്ങളയും. കൂടിക്കാഴ്ചയ്ക്കിടയിൽ ബാലചന്ദ്രൻ പറഞ്ഞ കഥകളെല്ലാം വിശ്വസിച്ച് കമലയുടെ സഹോദരൻ കമലയോട് പറയുന്നു, ബാലചന്ദ്രൻ്റെ മകളാണത്. വൈദ്യയ്ക്ക് സംശയം തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബ്രിജിത്താമ്മനെ നിങ്ങളെ വീട്ടിലേക്ക് വിട്ടതും ഹോം നേഴ്സായി നിർത്തിയതും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കളിച്ച കളീന് അങ്ങനെ അലീന ബാലചന്ദ്രൻ്റെ മകളാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കമലയ്ക്കൊക്കെ ഭയങ്കര ദേഷ്യവും വെറുപ്പാവണ്. അങ്ങനെ കമല മനുവിനെ വിളിച്ച് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ബാലചന്ദ്രൻ സമ്മതിച്ചു. ബാലചന്ദ്രൻ്റെ ഏതോ പഴയ വിഹിതത്തിലുണ്ടായ മകളാണ് അലീന എന്നൊക്കെയെന്ന് പറയും. അങ്ങനെ മനുവിനത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ബാലചന്ദ്രനോട് അറപ്പും വെറുപ്പൊക്കെയാണ് തോന്നുന്നത്. അലീനനോടും ചെറിയൊരു വെറുപ്പൊക്കെ തോന്നുന്നുണ്ട് മനസ്സിൽ. അതിനുശേഷം അവിടേക്ക് വരുന്നുണ്ട് കൊല്ലപ്പള്ളിക്ക് നമ്മുടെ കടപ്പാട്ടൂരിക്കാനാണ് വരുന്നത്. വൈജയന്തിയും ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ബാലചന്ദ്രൻ അലീനൻ്റെ അടുത്തേക്കിന് ആദ്യം ചെല്ലുന്നത്. ആരാ നിൻ്റെ അമ്മ, നീ എങ്ങനെ ജനിച്ചാണ്, അങ്ങനെയൊക്കെ ഇത്തിരി മോശമായിട്ടൊക്കെ ചോദിക്കുന്നത്. പറയും എനിക്കറിയില്ല എന്ന് പറയും. ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. നിൻ്റെ അച്ഛൻ ബാലേന്ദ്രൻ അല്ലേ, ബാലേന്ദ്രൻ അങ്കിളാണല്ലോ നിൻ്റെ അച്ഛൻ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നു ചെയ്യുന്നത്. അങ്ങനെ മനു ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടാണ് അലീനയുടെ മുറിയിൽ നിന്ന് പോകുന്നത്. അതിനുശേഷം അലീന അതിന് കൃത്യമായിട്ടൊരു മറുപടിയും കൊടുക്കൂല. ബാലചന്ദ്രൻ പറഞ്ഞതാണല്ലോ അങ്ങനെ വിശ്വസിക്കാം. എന്നാലും നമ്മുടെ മനു ബാലചന്ദ്രൻ്റെ മുന്നിൽ ചെന്ന് പറയും, പൊട്ടിത്തെറിക്കിന് ആയ കാലത്ത് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ കറങ്ങി നടന്ന് ഒന്നിച്ച് ജീവിച്ച് ഒരു കുട്ടീനെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും മുന്നിലേക്ക് തല ഉയർത്തി പിടിച്ചും കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് നിർത്തിയേക്കണം അല്ലേ. എന്നിട്ട് അവൾ ആർക്കും വിട്ടു കൊടുക്കാണ്ട് പിടിച്ചു വെച്ചേക്കണ്. വെറുതെ അല്ല, ഇപ്പം ഞാൻ ആൻറ്റീൻ്റെ പക്ഷത്തുനിന്നൊക്കെ പറഞ്ഞ് ആദ്യം മനു പൊട്ടിത്തെറിക്കും. അതിനുശേഷം മനുവിനോട് ബാലചന്ദ്രൻ സത്യങ്ങളൊക്കെ പറയുന്നു. ഇങ്ങനെ അല്ലാതെ എനിക്ക് നിൻ്റെ ബന്ധുക്കളോട് പറയാൻ വേറൊരു നുണ സത്യമില്ല എന്ന് പറയും. അവൾ നിൻ്റെ നിൻ്റെ ആൻറ്റീൻ്റെ മകളാണ്, വൈജ പിഴച്ച് പ്രസവിച്ച മകളാണത്. എന്നിട്ട് നിൻ്റെ ബന്ധുക്കളെല്ലാവരും കൂടെ അനാഥാലയത്തിൽ കൊണ്ട് തള്ളിയതാണ്. പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നടാ എന്ന് ചോദിക്കും. ഞാൻ അവളുടെ വിഴുപ്പാണ് ചുവക്കുന്നതൊന്നും അവൾ വൃത്തികെട്ട സ്ത്രീയാണെന്നൊക്കെ ഞാൻ മറ്റുള്ളവരെ മുന്നിൽ വിളിച്ച് പറയണമായിരുന്നു എന്ന് ചോദിക്കും. അത് കേട്ടോടുകൂടി മനുവിന് ഭയങ്കര സങ്കടമാവണം. മനു അങ്ങനെ കരഞ്ഞുകൊണ്ട് അത്രയും നേരം ബാലേന്ദ്രനെ കുറ്റം പറഞ്ഞതിലുള്ള വിഷമം കൂടി ബാലചന്ദ്രനോട് ചേർന്ന് നിന്ന് ബാലചന്ദ്രൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നൊരു ഭാഗമാണ് പ്രമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.